നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 130ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് പത്മശ്രീ ജേതാവും തിരുവിതാംകൂറിലെ തമ്പുരാട്ടിയുമായ ശ്രീമതി അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് അഹങ്കാരം വരുമ്പോൾ നാം എന്തൊക്കെയാണ് എന്ന് കരുതുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷം ആ കണ്ടാൽ മതി, നമുക്ക് ആ അഹങ്കാരമെല്ലാം ഒഴിഞ്ഞു പോകും. അവരുടെ പ്രശസ്തമായിട്ടുള്ള എഴുത്തുകൾ, ഗ്രന്ഥകാരി എന്നുള്ള നിലയിലുള്ള ആ മഹത്വം പലതവണ പല ഉത്സവങ്ങളിൽ വെച്ച് കണ്ടിട്ടുമെങ്കിലും അടുത്ത കാലത്ത് ലേവി ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് 2 മിനിറ്റ് മാത്രമേ സംസാരിക്കാനും ഒരു ചിത്രമെടുക്കാനും ഒക്കെ കഴിഞ്ഞുള്ളൂ. പക്ഷേ അവരുടെ പെരുമാറ്റം, ഹൃദ്യമായ സംസാരം നമ്മളെ അതിശയിപ്പിക്കും. നമുക്ക് ഗർവുണ്ടെങ്കിൽ ആ ഗർവ് മഞ്ഞുപോലെ ഉരുകിത്തീരും. അത്രമാത്രം വിനയവും ബഹുമാനവും മറ്റുള്ളവരെ ആദരിക്കാനും മറ്റുള്ളവരോട് ഇടപഴകാനും കഴിഞ്ഞൊരു വലിയ വ്യക്തിത്വം. എത്രയോ പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. തമ്പുരാട്ടിയുമായി ആകെ 2 മിനിറ്റ് നേരത്തെ സംസാരമാണ്. ആ 2 മിനിറ്റ് കൊണ്ട് 2000 മണിക്കൂറുകൾ ചെലവഴിച്ച ഒരു അനുഭവം. ലേവി ഹാളിൽ നടന്നൊരു പ്രോഗ്രാമിൽ വെച്ച് അവരുടെ പ്രസംഗം കേൾക്കാനും ഇടയുണ്ടായി, കാണുവാനും 1-2 മിനിറ്റ് സംസാരിക്കാനും ഇടയുണ്ടായി. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ചും തിരുവിതാംകൂറിൻ്റെ ഭാവിയെക്കുറിച്ചും വളരെ ലളിതമായി പറയുന്ന ഒരു വലിയ വനിത. ആ തമ്പുരാട്ടിയെക്കുറിച്ചിട്ടാണ് ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കാണുമല്ലോ. ഇപ്പോഴും എൻ്റെ കയ്യിൽ അവർ എഴുതിയ ഒരു പുസ്തകം ഉണ്ട്. അതൊക്കെ ഒന്ന് വായിക്കണം.